ഞങ്ങൾ 6 പേരാ. അതിൽ പിന്നെ ഏറ്റവും മൂത്തയാളാണ് ഞാൻ. കൊച്ചിയിൽ ചെല്ലുമ്പോഴും അവിടെയുള്ള പ്രായമുള്ളവർക്കൊക്കെ സുറിയാനി കൗമാരം ചൊല്ലാനൊക്കെ പ്രായമുള്ളവർക്കെല്ലാം സുറിയാനി ഭാഷയെ അവിടെ പ്രാവീണ്യം ഉണ്ടായിരുന്നു. അവർ ചൊല്ലുകയൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷേ തെക്ക് ഭാഗത്ത് അങ്ങനെ ഇല്ലായിരുന്നു. ഇവിടെ അതിനു മുമ്പ് ഒരു 10 വർഷം മുമ്പേ തന്നെ ഇവിടെ മലയാളത്തിൽ ഉള്ള പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങളുടെ സെമിനാരി ബാച്ച് ആ കാലഘട്ടത്തിലെ വലിയൊരു ബാച്ചായിരുന്നു. 21 പേർ അന്ന് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു. ബാക്കിയുള്ള ബാച്ചുകളിലൊക്കെ അതിൽ കുറവായിരുന്നു അന്നുണ്ടായിരുന്നു. പിന്നീടാണ് 30, 35, 40 ഒക്കെ ആളുകൾ വർഷം തോറും പഠിക്കുവാൻ തുടങ്ങി. പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത 2 വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഒരുമിച്ച് പഠിച്ച ഏതാണ്ട് അവസാനത്തെ ബാച്ചാണ് അതെന്ന് പറയാം. 1970 കൽപ്പന വന്നത് മുഖാന്തരം സഭയിൽ ഏറെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിത്തുടങ്ങി. അന്ന് ഞങ്ങൾ പഠിച്ചവരെല്ലാവരും തന്നെ മറുവിഭാഗത്ത് ഉണ്ടായിരുന്നവരും എല്ലാവരും തന്നെ ഒരുമിച്ച് പഠിച്ച് കോഴ്സ് പൂർത്തിയാക്കി. സാമ്പത്തികമായി സെമിനാരി വളരെയധികം പ്രതിസന്ധിയിലായിരുന്ന ഒരു കാലഘട്ടമാണ്. ഭക്ഷണകാര്യങ്ങൾക്കൊക്കെ സെമിനാരി അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒരുപോലെ വളരെയധികം പരിമിതികളുണ്ടായിരുന്നു. ആ പരിമിതികളുടെ കാലയളവിൽ എല്ലാവരും സന്തോഷത്തോടെ ജീവിച്ചിരുന്നു എന്നുള്ളത് ഒരു പ്രത്യേക കാര്യമാണ്. അന്ന് പോൾ വർഗീസ് അച്ഛൻ, പിന്നീട് പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി ആയിരുന്നു ഞങ്ങളുടെ പ്രിൻസിപ്പൽ. അതിനുശേഷം അന്ന് തന്നെ ഒസ്താത്യോസ് എം.ഇ.ഓർ അച്ഛനും അതുപോലെ കെ മാത്യൂസ് അച്ഛനും അതുപോലെ കെ ജോർജ് ഷെമാശനും പിന്നീട് ഇവാനിയോസ് തിരുമേനി, ഇങ്ങനെ എല്ലാവരും ഞങ്ങളെ ശ്രേഷ്ഠമായ നിലയിൽ വേണ്ട കാര്യങ്ങൾ പരിശീലിപ്പിച്ചിരുന്നു. ഏറെ കാര്യങ്ങൾ കാലാനുസൃതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്ന് പ്രത്യേകം പരിശീലിപ്പിച്ചു. ആ കാലഘട്ടം വളരെ സന്തോഷകരവും പ്രയോജനപ്രദവുമായിരുന്നു. വളരെ പ്രയോജനപ്രദമായ പല കാര്യങ്ങളും ഞങ്ങളെ പരിശീലിപ്പിച്ചു. ഇന്ന് വേദപുസ്തകത്തിലെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഇത്രയും ദീർഘമായ ചിന്തയോടുകൂടി പഠിപ്പിക്കുന്നു എന്നെനിക്കറിയത്തില്ല. ഉദാഹരണമായി പറഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തികളിൽ യെരുശലേമിലെ സഭയ്ക്ക് പട്ടിണിയുണ്ടായി. അതിൻ്റെ കാരണത്തെക്കുറിച്ച് സാമ്പത്തിക ശാസ്ത്രം അനുസരിച്ചുള്ള കാര്യങ്ങൾ കൂടെ പറഞ്ഞു. അതിപ്പോൾ പഠിക്കുന്ന ചിലരോട് ചോദിച്ചപ്പോൾ ഇപ്പോൾ ആരും അതൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. അതിപ്രകാരമാണ്. അന്ന് ലഭിച്ചിരുന്ന ഇതൊക്കെ വിറ്റുപെറുക്കി ആളുകൾ എല്ലാവരും ഒരുമിച്ച് കഴിച്ചു. അപ്പോൾ ജോലി ചെയ്യുന്നില്ല, ചെലവാക്കിക്കൊണ്ടേയിരിക്കുന്നു. അത് സാമ്പത്തിക ശാസ്ത്രം അനുസരിച്ച് ഒരിക്കലും ശരിയായി. അതുകൊണ്ടാണ് യെരുശലേമിലെ സഭയ്ക്ക് പ്രയാസമുണ്ടായത്. അതുകൊണ്ടല്ല മറ്റുള്ളവരൊക്കെ യെരുശലേമിലെ സഭയ്ക്ക് വേണ്ടി ദാനം സ്വീകരിക്കുകയും ഒക്കെ ചെയ്തു. പരിശുദ്ധനായ പൗലോസ്ലീഹ അത് പല സ്ഥലങ്ങളിലും പറയുന്നു. അവർക്ക് വേണ്ടി ഉള്ള ദാനം വലുതായ നിലയിലുണ്ടെങ്കിൽ അത് ഞാനും കൂടെ പോയി അത് അവിടെ ഫലമേൽപ്പിക്കാം എന്ന് പറഞ്ഞു. പ്രൊഡക്ഷൻ ഇല്ലാതെ കൺസംഷൻ മാത്രം ആകുന്നത് ഒരിക്കലും ശരിയല്ല. അധ്വാനിക്കുന്ന കൃഷിക്കാരനാണ് ആദ്യം അതിൻ്റെ ഫലം അനുഭവിക്കണം എന്നുള്ള പൗലോസ്ലീഹയുടെ എഴുത്തുകൾക്കൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ തുടങ്ങും. അങ്ങനെ വിശദമായി പല കാര്യങ്ങളും ഞങ്ങളെ പഠിപ്പിച്ചു. പ്രത്യേകിച്ച് കെ.എം. അലക്സാണ്ടർ അച്ഛൻ പഴയ നിയമം പഠിപ്പിച്ചിരുന്നു എന്നുള്ളത് ശരിയാണെങ്കിലും അതിൽ കൂടുതലായി ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, സഭയോടുള്ള സ്നേഹം,
ദൈവത്തോടുള്ള ഭക്തി, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും ഓർപ്പിച്ചുകൊണ്ടേയിരുന്നു. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ കോരുതച്ഛൻ്റെ, മൽപ്പാനച്ഛൻ്റെ ആ സ്നേഹം, ഏബ്രഹാം മൽപ്പാനച്ഛൻ്റെ ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നൈർമല്യാവസ്ഥയിൽ നിന്നാണ് പറയുന്നത്. ഒരു ഭാഗം പഠിപ്പിക്കുമ്പോൾ പരീക്ഷയുടെ കാര്യം വരുമ്പോൾ വിദ്യാർത്ഥികൾ പരീക്ഷയുടെ ചോദ്യം അറിയാൻ വേണ്ടി ചോദിക്കും, അച്ഛാ ഇന്ന ഭാഗമുണ്ടോ? ഇല്ല. ഇന്ന ഭാഗമുണ്ടോ? ഇല്ല. ഇന്ന ഭാഗമുണ്ടോ? അത് ഞാൻ പറയത്തില്ല എന്ന് പറഞ്ഞാൽ അത് തന്നെ ആയിരിക്കും പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളതെന്നുള്ള ആ ഒരു ഇതൊക്കെ നൽകിയിരുന്നു. അത് അദ്ദേഹത്തോടുള്ളൊരു അടുപ്പം, നൈർമല്യം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായിരുന്നു. ബർണബാസ് തിരുമേനി KK മാത്യൂസ് അച്ഛനായിട്ടാണ് വളരെയധികം സ്ട്രിക്റ്റ് ആയിരുന്നു. എന്നാൽ അതേ സമയത്ത് എത്ര വഴക്ക് പറഞ്ഞാലും അടുത്ത നിമിഷത്തിൽ അതൊന്നും മനസ്സിൽ വെച്ചുകൊണ്ട് പിന്നെ പെരുമാറത്തില്ല. അങ്ങനെ ഒരു സ്നേഹവാനായ വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ മാനേജരായിരുന്ന വർഗീസ് അച്ഛൻ, താമരവേലിലെ വർഗീസ് അച്ഛൻ, അദ്ദേഹവും അതുപോലെയായിരുന്നു. അദ്ദേഹം കുട്ടികളോടുള്ള സ്നേഹവും ആത്മാർത്ഥതയും എല്ലാവരുമായിട്ടുള്ള ഒരു ബന്ധത്തിലുമൊക്കെ ധാരാളം കാര്യങ്ങൾ ചെയ്തിരുന്നു. തിരുമേനി സമ്മാസനായിട്ടാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. തിരുമേനി അത് പഠിപ്പിച്ചത് ഗ്രീക്കായിരുന്നു. വിശുദ്ധ യൂഹാരോൻ ആണ്, സുവിശേഷമാണ് തിരുമേനി പ്രധാനമായി പറഞ്ഞിരുന്നത്. തിരുമേനി ഏറെക്കാലം വെളിയിലായിരുന്നുകൊണ്ട് ഇംഗ്ലീഷും മലയാളവും ഒക്കെ ചേർന്ന് വരും സംസാരിക്കുന്നു. പിന്നീട് അതെല്ലാം വ്യത്യാസമായി. പ്രിൻസിപ്പാൾ ചർച്ച് മിനിസ്ട്രി സാക്രമെൻറ്റ് അതേക്കുറിച്ച് പഠിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും പ്രത്യേകം പറയും. ഈ മഹത്വവസ്ത്രം, തേജോവസ്ത്രം എന്നുള്ള കാര്യങ്ങളൊക്കെ തിരുമേനി എടുത്തെടുത്ത് സംസാരിക്കുക. മഹത്വവസ്ത്രം എന്നുള്ളത് തിരുമേനിയുടെ ഒരു പ്രത്യേക മനസ്സിലുള്ള ഒരു ആശയമാണ്. അതുപോലെ ലോകത്തെക്കുറിച്ചുള്ള പല കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവും തിരുമേനി പറയുമായിരുന്നു. അങ്ങനെ മറ്റു പല കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ അവരിൽ നിന്നെല്ലാം ലഭിച്ചു. സെമിനാരിയിലേക്ക് പോകാനുള്ള സാഹചര്യം എന്ന് പറയുന്നത്, ഭവനത്തിൽ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഇളയ അനിയൻ അച്ഛനുണ്ടായിരുന്നു. WC വർഗീസ് അച്ഛൻ എന്നായിരുന്നു അച്ഛൻ്റെ പേര്. അച്ഛന് നമ്മുടെ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിലെ മാസ്റ്ററായിട്ടാണ് റിട്ടയർ ചെയ്യുന്നത്. അച്ഛനൊക്കെ 1920കളിലാണ് സെമിനാരി പഠിച്ചത്. അപ്പോൾ പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയും പരിശുദ്ധ ഗീവർഗീസ് എംബാവ തിരുമേനിയും ഒക്കെ അവിടെയുണ്ട്. ആ കാലഘട്ടത്തെക്കുറിച്ച് അവരിൽ നിന്നൊക്കെ ഒത്തിരി കേട്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ കണ്ടിട്ടില്ലാത്ത, ഞാൻ ജനിക്കുന്നതിന് 1 വർഷം മുമ്പ് മരിച്ച ആളാണ് ആറ്റുമാലൂസ് കറിയാക്കത്തിന പരിശുദ്ധ ദിവന്നാസ്യോസ് പഞ്ചാബൻ പുലിക്കോട്ടിലെ 2ാമത്തെ തിരുമേനിയുടെ കൂടെ അദ്ദേഹം ഏറെക്കാലം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൽ നിന്നാണ് അദ്ദേഹം പട്ടുകേൽക്കുകയും ചെയ്തത്. അത് എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ പുറകിലത്തെ തലമുറയിൽപ്പെട്ട. പിന്നെ വല്യപ്പച്ചൻ, എൻ്റെ ഫാദറിൻ്റെ ഫാദർ ഏറെ കാര്യങ്ങൾ പഴയ കാര്യത്തെക്കുറിച്ച് പറയുമായിരുന്നു. അതായത് അവർക്ക് സാമാന്യ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിലും വളരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരുന്നു. സൃഷ്ടിയുടെ ആരംഭത്തിൽ എന്ന തത്വം അതുപോലെ അങ്ങോട്ട് എല്ലാവരും കരുതുന്നുവെന്ന് എനിക്കറിയത്തില്ല. സൃഷ്ടിയുടെ ആരംഭത്തിന് മുമ്പ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം ഒരുമിച്ച് ആലോചന കഴിച്ചതായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ ചെറുതായൊരു പറയുന്നുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇവർക്ക് നിശ്ചയമുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അന്നത്തെ മാതാപിതാക്കൾ ഒരാൾ സെമിനാരിയിൽ പോകാനുള്ള മനസ്സൊക്കെ എന്ന് പറഞ്ഞാൽ പ്രയാസമാണെന്നൊക്കെ പറഞ്ഞാലും പിന്നീട് അവരുടെ ജീവിതത്തെ വേണ്ട വിധത്തിൽ വേണ്ട വഴിയിൽ വിടുമായിരുന്നു. നീ അച്ഛനാകാനുള്ളതാണ്, പൗരോഹിത്യ ജീവിതത്തിലേക്ക് വരാനുള്ളതാണ് എന്ന് പറഞ്ഞ് ചില കാര്യങ്ങളൊക്കെ പ്രത്യേകം ഓർമ്മിപ്പിച്ചേ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ ഒരു നിലയിലുള്ള മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുന്നുവെന്ന് ചോദിച്ചാൽ, ഞാൻ പലരോടും എനിക്ക് ശേഷം പഠിച്ച ആധുനിക കാലത്ത് പഠിച്ചിട്ടുള്ളവരോട് ചോദിക്കുമ്പോൾ അങ്ങനെ ഒന്നും കാണുന്നില്ല. പഠനമൊക്കെ പൂർത്തിയായി കഴിയുമ്പോഴത്തേക്ക് ഈ വേലയിലേക്ക് വരുന്നു എന്നുള്ളതല്ലാതെ വേണ്ട പരിശീലനങ്ങൾ വേണ്ടതുപോലെ ചെറുപ്രായത്തിലെ പലർക്കും കിട്ടിയിട്ടില്ല എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടിയ കാര്യമാണ്. അതിനെക്കുറിച്ച് വേണ്ട വിധത്തിൽ പരിശുദ്ധ ദൈവാലയങ്ങളിൽ ഉത്ബോധനം ഉണ്ടാകണം.
സെമിനാരിയിലേക്ക് പോകാനോ വൈദികവൃത്തിയിലേക്ക് പോകാനോ ആരെങ്കിലും ആഗ്രഹിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു മുന്നൊരുക്കം ഉണ്ടാകണം. ആ മുന്നൊരുക്കം ഇല്ലാതെ ഇതൊരു സാധാരണ ജോലി പോലെ ഇതിലേക്ക് വരുമ്പോൾ വേറെ പ്രയാസമുണ്ടാകും. അതുകൊണ്ടാണ് ചിലരൊക്കെ മാറിപ്പോകുന്നത്. അത് കാലം എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കുക. അതിങ്ങനെ സ്റ്റാറ്റിക് അല്ല, അത് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് അതാത് കാലത്തിൻ്റെ പ്രത്യേകതകൾ എപ്പോഴും ഉണ്ടായിരിക്കും. 20-ാം നൂറ്റാണ്ടിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് 21-ാം നൂറ്റാണ്ട്. 20-ാം നൂറ്റാണ്ടിൻ്റെ പകുതിക്ക് മുമ്പ് ജനിച്ച ആളാണ് ഞാൻ. 1946 ജനിച്ചത്. അതുമാത്രമല്ല, ഒരു അസ്വതന്ത്ര ഭാരതത്തിലാണ് ജനിച്ചത്. അതുപോലെ സഭയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായ ഒരു സ്വാതന്ത്ര്യവും ലഭിച്ചിട്ടില്ല. 1958 കോടതി വിധിയോടുകൂടി ഏറെ കാര്യങ്ങൾ പരിശുദ്ധ സഭയ്ക്കുണ്ടായി. പരിശുദ്ധ ഗീവർഗീസ് തിരുമേനിയെ തിരുമേനിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് അതെല്ലാം കാണാനും അനുഭവിക്കാനും ഒക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഞാൻ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തിരുമേനിയുടെ അടുത്ത് പോയി, വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ ചേർന്നാണ് പോയി അവിടെ ചെന്ന് ബിസ്ക്കറ്റ് തിന്നതും ഒക്കെ ഓർമ്മയുണ്ട്. അതുമാത്രമല്ല, 1964 ഞാനൊരു പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ആണ് തിരുമേനി കാലം ചെയ്യുന്നത്. അപ്പം എൻ്റെ ഇപ്പോഴത്തെ ജീവിതം അനുസരിച്ച് ഇപ്പോൾ 6ാമത്തെ ബാവയാണ് കാലം ചെയ്തിരിക്കുന്നത്. പരിശുദ്ധ ഗീവർഗീസ് തിരുമേനി ബാവ, ഔഗേൻ ബാവ, മാത്യൂസ് പ്രഥമൻ ബാവ, മാത്യൂസ് ദ്വിതീയൻ ബാവ, ദിദിമോസ് ബാവ, പൗലോസ് ദ്വിതീയൻ ബാവ. ഇത് 6ാമത്തെയാണ്. ഈ 6 പേരും കടന്നുപോയത് ഓർമ്മയോടെ ഉള്ള കാലത്ത് തന്നെ. 1964 എന്ന് പറയുമ്പോൾ ഞാനൊരു പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയായിരുന്നു. അന്ന് 10ാം ക്ലാസ് കഴിഞ്ഞാലേ അടുത്ത ക്ലാസ് പ്രീ യൂണിവേഴ്സിറ്റി, പിന്നീട് അത് പ്രീ ഡിഗ്രി ആയത്. കാരണമുണ്ട്, ഞങ്ങൾ പ്രൈമറി സ്കൂളിൽ 5 ക്ലാസ്സും മിഡിൽ സ്കൂളിൽ ഫസ്റ്റ് ഫോം, സെക്കൻഡ് ഫോം, തേർഡ് ഫോമും, അതിനുശേഷം പിന്നെ 8, 9, 10 പിന്നെ സ്റ്റാൻഡേർഡും വന്നു. സർട്ടിഫിക്കറ്റ് ബുക്കിൽ 10 വർഷമേ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഞങ്ങൾ 11 വർഷം പഠിച്ചവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രീ യൂണിവേഴ്സിറ്റിക്ക് വന്നപ്പം അതിനു മുമ്പ് ഇൻ്റർമീഡിയറ്റ് ആയിരുന്നു. ഇൻ്റർമീഡിയറ്റുകാർക്ക് 2 വർഷം പഠിക്കണമായിരുന്നു. ഞങ്ങൾ പ്രീ യൂണിവേഴ്സിറ്റിക്കാർക്ക് 1 വർഷം പഠിച്ചാൽ മതിയായിരുന്നു. അതിനുശേഷമാണ് പ്രീ ഡിഗ്രി കോഴ്സ് ഉണ്ടാകുന്നത്. 1985 മെയ് 15 പരിശുദ്ധ പൗലോസ് ദ്വിതീയൻ ബാവ തിരുമേനി മാവേലിക്കര വെച്ച് വാഴിക്കപ്പെട്ടു. പരിശുദ്ധ മാത്യൂസ് പ്രഥമൻ ബാവയാണ് ആ ശുശ്രൂഷകൾക്ക് എല്ലാം നിന്നതെങ്കിലും ഇടയ്ക്ക് ഷുഗർ താണുപോയി. പിന്നെ ഇടയ്ക്ക് കുറേ കാര്യങ്ങളെല്ലാം നടത്തിയത് പരിശുദ്ധ മാത്യൂസ് ദ്വിതീയൻ ബാവ, അന്നത്തെ മാത്യൂസ് മാർ കൂർലോസ് തിരുമേനിയാണ്. അപ്പോൾ 85 തിരുമേനി ആയി. കുന്നംകുളം മെത്രാസനത്തിൻ്റെ മെത്രാച്ചനാകുവാനായിട്ട് തിരുമേനി ആവശ്യപ്പെട്ടു. പരിശുദ്ധ ബാവയോട് പറഞ്ഞു, എന്നെ അവിടോട്ട് വിടല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, മെത്രാച്ചൻ തന്നെ വയ്ക്കോ, ഞാൻ പഠിപ്പിച്ച പ്രായമുള്ള വൈദികർ അവിടെ ഉണ്ട്, അവർ വല്ലതും പറയുന്നെങ്കിൽ ഞാൻ അവരോട് പറഞ്ഞ് നിർത്തിക്കൊള്ളാം. പിന്നെ അന്ന് പൊതുവെ ഒരു സംസാരമുണ്ടായി, 38 വയസ്സ് മാത്രം പ്രായമുള്ള ഒരാളിനെ മെത്രാപ്പോലിത്തയാണെന്ന്. അന്നത്തെ പതിവല്ല. പരിശുദ്ധനായ പരിമല തിരുമേനി കഴിഞ്ഞാൽ ഇത്രയും പ്രായം കുറഞ്ഞായത് മാത്യൂസ് മാർ കൂർലോസ് തിരുമേനിയും തിരുമേനിയുമാണ്. അപ്പോൾ പറഞ്ഞു, പ്രായം എന്ന് പറഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞപ്പോൾ പരിശുദ്ധ മാത്യൂസ് തിരുമേനി പറഞ്ഞത് അല്പം നർമ്മം ചേർത്ത് പറയുകയാണ്, പ്രായമായിക്കൊള്ളും എന്ന് പറഞ്ഞു. അത് അനർത്ഥമായി. ഏറെ പ്രയാസങ്ങൾ ഈ കുന്നംകുളം ഭദ്രാസനത്തിലുണ്ടായിരുന്നു. അവർ 5 പേരാണ് ഒരുമിച്ച് വാഴിക്കപ്പെട്ടത്. കൊല്ലം മെത്രാസനത്തിൻ്റെ മെത്രാപ്പോലിത്തായി കാലം ചെയ്ത മാത്യൂസ് മാർ എപ്പിഫാനിയോസ് തിരുമേനി ആ ബാച്ചിലുള്ളതാണ്. അപ്പോൾ അവർ പറയുമായിരുന്നു, ഞങ്ങൾ 2 പേരും 2 കുളത്തിൽ നിന്നുള്ളതാണ്. എപ്പിഫാനിയോസ് തിരുമേനി ചെങ്കുളവും പൗലോസ് ദ്വിതീയൻ ബാവ കുന്നംകുളവുമാണ്. അങ്ങനെ അവർ പറയുമായിരുന്നു. ഇവർ വളരെ ആത്മാർത്ഥതയും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ബാച്ചായിരുന്നു അവർ. ഏറ്റവും പ്രായം കൂടിയത് എപ്പിഫാനിയോസ് തിരുമേനി, ഏറ്റവും പ്രായം കുറഞ്ഞത് പൗലോസ് ദ്വിതീയൻ ബാവ തിരുമേനി ആയിരുന്നു. ആദ്യ കാലഘട്ടത്തിലൊക്കെ കുന്നംകുളത്തിൻ്റെ കാര്യങ്ങളും എനിക്ക് തൊട്ടു മുമ്പേ കൊച്ചി മെത്രാസനത്തിൻ്റെ മെത്രാപ്പോലിത്തയായിരുന്നത് ഭാഗ്യസ്മരണാർഹനായ യൂഹാനൻ മാർ സേവ്യർ തിരുമേനിയാണ്. തിരുമേനി കാലം ചെയ്ത് കഴിഞ്ഞിട്ട് ഏകദേശം 1 വർഷത്തോളം പരിശുദ്ധ മാത്യൂസ് പ്രഥമൻ ബാവയുടെ നിർദ്ദേശപ്രകാരം അഭിനന്ദനായ മെലിത്തിയോസ് തിരുമേനിയാണ്, അതായത് ബാവയാണ്
കൊച്ചി ഭദ്രാസനത്തിൻ്റെ ചുമതല നടത്തിയിരുന്നത്. തിരുമേനിയാണ് അതിൻ്റെ കാര്യങ്ങളും റെക്കോർഡുകളും ഒക്കെ എന്നെ ഫലമേൽപ്പിക്കുന്നത്. അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ ഞങ്ങളുടെ സമയത്ത് തന്നെ പഠിച്ചവരിൽ മെത്രാപ്പോലീത്ത സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടത് ഞങ്ങളുടെ ബാച്ചിൽപ്പെട്ട ഗീവർഗീസ് മാർ കൂർലോസ് തിരുമേനിയുമുണ്ട്. തിരുമേനി ഞങ്ങളുടെ പഠനകാലത്ത് 3rd ഇയറാണ്. പിന്നീട് ഫൈനൽ ഇയർ ആയിരുന്ന ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനിയും അന്ന് ഫൈനൽ ഇയറാണ്. കൂർലോസ് തിരുമേനി 3rd ഇയർ, ഞങ്ങൾ 1st ഇയർ. ഇത്രയും അത് ഭരണഘടനയുടെ 73-ാം വകുപ്പ് അനുസരിച്ച് അസോസിയേഷനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രായം ആണ് പ്രധാനമായും നോക്കുന്നത്. സീനിയർ എന്ന് പറയുമ്പോൾ ഭരണഘടനയുടെ 73-ാം വകുപ്പിൽ പ്രത്യേകം പറയുന്നുണ്ട്. അതനുസരിച്ച് അങ്ങനെയാണ് വരുന്നത്. എന്നാൽ പ്രാർത്ഥനകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ സീനിയോറിറ്റി അല്ലാത്തതാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ഇപ്പം ശകല അതിനെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വർത്തമാനം പറയുന്നുണ്ട്. പക്ഷേ ക്ലീമീസ് തിരുമേനിയെ ആ സ്ഥാനത്തേക്ക് വരുത്തിയതിനകത്ത് ഒരു തെറ്റുമില്ല. അത് ഭരണഘടനയുടെ 73-ാം വകുപ്പ് അനുസരിച്ചാണ്. സീനിയർ എന്ന് പറയുന്നത് പ്രായം കൊണ്ട് സീനിയറാണെന്ന് പ്രത്യേകമായി എടുത്തു പറയുന്നു. അത് ആധുനികങ്ങളായ പല കാര്യങ്ങളും വന്നതുകൊണ്ട്, പ്രത്യേകിച്ച് ഇപ്പോഴുള്ള മാധ്യമങ്ങൾ വളരെയധികം കാര്യങ്ങളെ മാറ്റുന്നുണ്ട്. പല കാര്യങ്ങളും നമ്മൾ പറയുന്നതല്ല, അവരെ രേഖപ്പെടുത്തുകയും ആളുകളെ അറിയിക്കുകയും ചെയ്യും. ഉദാഹരണമായി പറഞ്ഞാൽ, പരുമല ഞാനൊരു പ്രസംഗം നടത്തി. 1930 സെപ്റ്റംബറിൽ സംഭവിച്ചത് നടക്കാതിരിക്കാൻ ഇനി പ്രാർത്ഥിക്കണം. 1920 അതിൻ്റെ ബാക്കി കാര്യങ്ങൾ അവിടെ വിശദമായി പറഞ്ഞില്ല. അതിൻ്റെ കാര്യം ഇതാണ്: 1929 പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയം ബാവ ആ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ അതിനു മുമ്പുള്ള പേര് ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് എന്ന് ആയിരുന്നു. ആ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ അന്നത്തെ സാമാന്യ വിദ്യാഭ്യാസവും സുറിയാനി പാണ്ഡിത്യവും ഒക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അതേസമയം ലോകപ്രകാരം ചിന്തിക്കുമ്പോൾ ഉള്ള MA കാരനായിരുന്നു മാർ ഇവാനിയോസ്. അപ്പോൾ അതൊരു പ്രയാസം ഉണ്ടാക്കി. അത് ആവർത്തിക്കാതിരിക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ആവർത്തിക്കാതെ ഇരിക്കട്ടെ എന്ന് പറയാൻ ഞാൻ ആരാ? അതുപോലെ തന്നെ 2009 ഉണ്ടായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, പരിശുദ്ധ പൗലോസ് തിരുബാവ തിരുമേനി വട്ടവെക്കുമ്പോൾ കാതോലിക്ക സ്ഥാനത്തേക്ക് വരുമ്പോഴേ അതിനോടനുബന്ധമായി ചിലരൊക്കെ അവിടെ നിന്നു. പെട്ടെന്ന് പലരും കടന്നുപോയി, ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയി. അത് എന്താണെന്നൊന്നും ആർക്കും പറയാൻ അറിയത്തില്ല. അന്ന് തിരുമേനിയുടെ കൂടെ ഇലക്ഷന് നിന്ന 3 പേര് കടന്നുപോയി. ഒരാൾ തിരുമേനിയുടെ ഒക്കെ മൂത്ത സഹോദരനായ യൗസേബിയോസ് തിരുമേനി. ഇതൊന്നും പേരൊന്നും അവിടെ പറഞ്ഞില്ല. അപ്പോൾ അങ്ങനെയുള്ളത് സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ വേണ്ട വിധത്തിൽ ഗ്രഹിക്കാതെയോ അതോ ഗ്രഹിച്ചിട്ട് ട്വിസ്റ്റ് ചെയ്യുകയാണെന്നൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനൊരു കൃത്യമായൊരു ക്രൈറ്റീരിയൻ അഥവാ മാനദണ്ഡം പറയാനായിട്ടേ നമുക്ക് പറയാൻ സാധിക്കുന്നു. ഇപ്പോൾ ഉള്ള ആളുകൾക്കൊന്നും ആത്മീയത ഇല്ലെന്ന് പറഞ്ഞാൽ അത് ശരിയുമല്ല. ഓരോ കാലഘട്ടത്തിലെയും മനസ്സിലാക്കലുകൾ വ്യത്യാസമാണ്. പഴയ കാലത്തിൽ ദൈവത്തെക്കുറിച്ച് അറിയുന്നതും മനസ്സിലാക്കുന്നതും ഒക്കെ അതിനെക്കുറിച്ച് വലിയ ക്രിറ്റിക്കലായിട്ടുള്ള ചിന്തകളൊന്നുമില്ല. അതിങ്ങനെ തലമുറയായിട്ട് വരുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇന്നതല്ല. കുഞ്ഞുങ്ങൾ ആദാമും ഹവ്വായുടെയും എന്ന് പറയുമ്പോൾ കായീൻ എവിടെ പോയാൽ കല്യാണം കഴിച്ചതെന്ന് ചോദിക്കും. അപ്പം അങ്ങനെ വേദപുസ്തകത്തിൽ നിന്ന് വ്യത്യാസമായ പല കാര്യങ്ങളും ചെറിയ ക്ലാസ് മുതൽ കുഞ്ഞുങ്ങൾ ചോദിക്കാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു വ്യത്യാസം കാലഘട്ടം അനുസരിച്ചുണ്ട്. ആ ചോദിക്കുന്ന ആ റീസണിങ് തെറ്റൊന്നുമല്ല. പക്ഷേ അതിന് വേണ്ടതായ ഉപദേശങ്ങൾ സൺഡേ സ്കൂൾ അധ്യാപകരും വന്യരായ വൈദികരും ഒക്കെ കൊടുക്കണം. അതായത് ഈ കാലഘട്ടത്തിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. മനുഷ്യരെല്ലാവർക്കും വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട്. ഒരാളുടെ എല്ലാ അഭിപ്രായത്തോടും മറ്റേ യോജിക്കുന്നതല്ല. ശാന്തതയെന്ന് പറയുന്നത് ശവക്കോട്ടയിലെ ശാന്തതയല്ല. അവിടെ വലിയ ചർച്ചയൊന്നും നടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ഇനി അവർ വല്ലതും നടത്തുന്നുണ്ടോ എന്നുള്ളത് അറിയത്തില്ല. അതുപോലെ അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ എല്ലാ കാലത്തും എല്ലാവർക്കും ഉണ്ടാകും. അത് നിമിത്തം ഒരു പിരിവ് അല്ലെങ്കിൽ അകന്നുപോക്ക് ഉണ്ടാകുന്നില്ല.
ദൈവത്തിൻ്റെ കരുതലാണ് നമ്മളെ എപ്പോഴും നടത്തുന്നത്. ജനങ്ങൾ പലപ്പോഴും മെജോറിറ്റി ആളുകളും അവരവരുടെ കാര്യങ്ങൾക്ക് മുഖ്യമായൊരു സ്ഥാനം കൊടുക്കും. അത് മെത്രാച്ചന്മാരും അങ്ങനെ തന്നെയാണ്. അതിനാരും എക്സംപ്റ്റഡ് അല്ല. അവരവരുടെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് എല്ലാവരും അതിനുവേണ്ടി വാദിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യും. എന്നാൽ വേണ്ടത് ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരാണ് ഞങ്ങൾ എന്നുള്ള ആ ഒരു ചിന്ത ഞങ്ങളെ ഏറെ ഭരിക്കണം. പിന്നെ സാമ്പത്തിക കാര്യങ്ങളിലുള്ള അച്ചടക്കം ഏറെ പ്രാധാന്യം അർഹിക്കുന്നു. ഇത് പത്തനാപുരം താലൂക്കിൽ പുനലൂർ വില്ലേജിൽ WC അബ്രഹാമിൻ്റെ മകൻ W ചെറിയാന് കിട്ടുന്ന കാര്യമല്ല. പരിശുദ്ധ സഭയുടെ ഇന്ന അച്ഛന്, ഇന്ന ചമ്മാച്ചന്, ഇന്ന അച്ഛന്, ഇന്ന മെത്രാപ്പൊലീത്തായ്ക്ക് കിട്ടിയതാണെന്നുള്ള ഉത്ബോധ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും. അല്ല ഞാൻ അങ്ങനെ കിട്ടി അത് കൊടുത്തു എന്നൊക്കെ പറയുന്നതിനേക്കാൾ ഏപ്രിൽ മാസം 29 തിരുമേനി കാതോലിക്ക സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു. പിറ്റേ ദിവസം ഏപ്രിൽ 30 ഞങ്ങളെ 5 പേരെ എപ്പിസ്കോപ്പന്മാരായിട്ട് വാഴിച്ചു. പിന്നീടാണ് ഞങ്ങളെ മെത്രാപ്പൊലീത്തന്മാരാക്കി. അപ്പം തിരുമേനിയുടെ ഭരണപരമായ കാര്യങ്ങൾ പറയുമ്പോൾ പല കാര്യങ്ങൾക്കും വിട്ടുവീഴ്ചയുണ്ടായിരുന്നു. കർശനമായ നിലപാടുകൾ എടുക്കേണ്ടിടത്ത് പോലും ഒരു മനുഷ്യ സഹജമായ സ്നേഹവും കരുതലും ഉണ്ടായിരുന്നു. അത് തിരുമേനിയുടെ കൂടെ ഞാൻ 73 ഇവിടെ ചെമ്മാസനായി വരുന്ന കാലം മുതൽ ഇവിടുന്ന് പോകുന്ന കാലം വരെ ഒരുമിച്ച് ഇവിടെ കൊല്ലം അരമനയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ ഓരോ കാര്യങ്ങളുടെ നിലപാടെടുക്കുമ്പോൾ അത് വേദപുസ്തകവും കൂടെ അതിനകത്ത് അടിസ്ഥാനത്തിൽപ്പെടും. ഒന്ന് പറഞ്ഞാൽ പൗലോസിക ക്രിസ്തീയ അനുഭവത്തിലേക്ക് വരുന്നതിന് മുമ്പ് കർശനമായും യഹൂദ മതാനുസാരിയായി. അതിനുശേഷം AD 50 യെരുശലേം സുന്നോദോസ് അനുസരിച്ച് വരുന്ന ആൾ എന്തൊക്കെ ചെയ്യണം, രക്തം, ശ്വാസം മുട്ടിച്ചെത്തത്, പരസംഗം, വിഗ്രഹമാലിന്യങ്ങൾ ഇവയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണമെന്നല്ലാതെ വേറൊരു ഭാരവും അവരുടെ മേൽ ചുമത്തരുത് എന്ന് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ പത്രോസ്ലീഹയെ ശാസിക്കുന്നതുമുണ്ട്. എന്നാൽ അദ്ദേഹം തീമോഥെയോസിനെ പരിച്ഛേദന കഴിച്ചു. കാരണം തീമോഥെയോസിൻ്റെ അപ്പൻ യവനനായിരുന്നു. അതുകൊണ്ടാണ് അത് നടത്തിയിരുന്നത്. അമ്മയും വല്യമ്മയും ഒക്കെ വിശ്വാസികളാണെന്ന് തീമോഥെയോസിന് എഴുതിയ ലേഖനത്തിൽ വളരെ ഉന്നതമായ നിലയിൽ പറയുന്നു. പക്ഷേ തീമോഥെയോസിൻ്റെ അപ്പൻ യവനായിരുന്നുകൊണ്ട് ഇത് നടത്തിയതിന് ശേഷമാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഇത് എക്സംഷൻസ് എന്ന് പറയുന്നത്. എക്സംഷൻ എന്നുള്ള വാക്കല്ല ഉപയോഗിക്കുന്നത്. സഭയുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന കരുതലുകൾ എന്നുള്ള നിലയിലാണ് സംസാരിക്കുന്നത്. കൽപ്പനകളെല്ലാം തിരുമേനി തന്നെ കൈപ്പടയിൽ എഴുതുകയും അല്ലെങ്കിൽ ഞങ്ങൾ ചമ്മാശന്മാരെ കൊണ്ട് എഴുതിപ്പിക്കുകയും ചെയ്തിരുന്നു. അതെല്ലാം അന്നത്തെ കാലത്ത് കൽപ്പന പുസ്തകം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അത് വീണ്ടും റീറൈറ്റ് ചെയ്യണം. കൽപ്പനയ്ക്ക് ഒരു കാർബൺ കോപ്പി വയ്ക്കും. അത് മെത്രാസന ഓഫീസിൽ ഫയൽ ചെയ്യും. മറ്റേത് ആർക്കാണോ കൽപ്പന എഴുതുന്നത് അവർക്ക് അയച്ചു കൊടുക്കും. ആ കാർബൺ കോപ്പി അതാത് കൺസേൺഡ് ആയിട്ടുള്ളവരുടെ, പള്ളിയുടെ ആണെങ്കിൽ പള്ളിയുടെ, വൈദികരുടെ ആണെങ്കിൽ വൈദികരുടെ ഫയലുകൾ സൂക്ഷിച്ചിരുന്നു. ആ ഓർത്ത് പറയുന്നതേ അത് പലപ്പോഴും പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടാണ്. ആവർത്തനം കൊണ്ടാണ്. ഈ ആവർത്തനം കൊണ്ടേ പറയാനൊക്കത്തുള്ളത്. അല്ലെങ്കിൽ പിന്നെ എഴുതി വെച്ച് സംസാരിക്കണം. എൻ്റെ വീട്ടിലെ സഹോദരങ്ങളൊക്കെ എൻ്റെ ഇളയതാണ്. അപ്പോൾ അവരോട് ചില കാര്യം, അവർ ചിലപ്പം ചില കാര്യം ചോദിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിക്കും, ഇന്ന കാര്യം ഓർമ്മയില്ലേന്ന്. അപ്പോൾ അവർ പറന്നു പോയെന്ന് പറയും. ഞങ്ങൾ 6 പേരാ. അതിൽ പിന്നെ ഏറ്റവും മൂത്ത ആളാണ് ഞാൻ. അപ്പോൾ നമ്മളത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം, മറ്റുള്ളവർക്ക് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. അത് എല്ലാ ദിവസവും വേദപുസ്തകം വായിക്കുകയാണ്. പരിശുദ്ധ മാത്യൂസ് തിരുബാവ തിരുമേനിയുടെ കാലത്ത് കൂടെ നടന്നപ്പം മുതൽ തുടങ്ങിയതല്ല, അല്ലെങ്കിൽ സെമിനാരി പോയപ്പോൾ തുടങ്ങിയതല്ല. എൻ്റെ ഗ്രാൻഡ് ഫാദറും എൻ്റെ ഗ്രാൻഡ് മദറും ഒക്കെ വൈകിട്ടും രാവിലെയും വേദപുസ്തകം വായിക്കുക. അതുപോലെ തന്നെ രഹസ്യ പ്രാർത്ഥനകളും ചൊല്ലിയിരുന്നു. ആ ഒരു പരിശീലനം. ഇപ്പോൾ ഈ രഹസ്യ പ്രാർത്ഥന ചൊല്ലുന്നതിനെക്കുറിച്ച് പലർക്കും വലിയ അഭിപ്രായമില്ല.
അതിലെ ഒരു അക്ഷരത്തിന് അങ്ങനെ തെറ്റുണ്ട് ഇങ്ങനെ തെറ്റുണ്ടെന്നൊക്കെ പറയും. നമ്മുടെ കയ്യിലിരിക്കുന്ന രഹസ്യ പ്രാർത്ഥന എന്ന് പറഞ്ഞത് മലയാളത്തിലേക്ക് വന്ന പരിശുദ്ധ പരിമളത്തിരുമയുടെ കാലത്ത് അത് ആദ്യ ഭാഗം എഴുതി. അത് പൂർത്തിയാക്കുന്ന പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയം ബാവ എറമ്പാനായിരിക്കുന്ന കാലത്ത് അത് പ്രസിദ്ധീകരിക്കുന്ന 1900-ലാണ്. എന്നാൽ അന്ന് കോനാട്ടെ മലയാള പുസ്തകം ഉണ്ടാക്കുന്ന 1910-ലാണ്. 10 വർഷത്തിന് ശേഷമാണ്. കാരണം ഞാൻ കൊച്ചിയിൽ ചെല്ലുമ്പോഴും അവിടെയുള്ള പ്രായമുള്ളവർക്കൊക്കെ സുറിയാനി കൗമാരം ചൊല്ലാനൊക്കെ പ്രായമുള്ളവർക്കെല്ലാം സുറിയാനി ഭാഷയെ അവിടെ പ്രാവീണ്യം ഉണ്ടായിരുന്നു. അവർ ചൊല്ലുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ തെക്ക് ഭാഗത്ത് അങ്ങനെ ഇല്ലായിരുന്നു. ഇവിടെ അതിനു മുമ്പ് ഒരു 10 വർഷം മുമ്പേ തന്നെ ഇവിടെ മലയാളത്തിൽ ഉള്ള പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു പുസ്തകത്തിൽ വാക്യവും പ്രതിവാക്യവും അന്നത്തെ കുർബാനക്രമത്തിൽ ഉണ്ടായിരുന്നു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ എന്നുള്ളത് പൂർണ്ണമായി ആ കുർബാനക്രമത്തിലുണ്ട്. ആ കുർബാനക്രമം എൻ്റെ അലമാരിയിൽ ശാസ്താംകോട്ട സൂക്ഷിച്ചിട്ടുണ്ട്, ബൈബിൾ സ്കൂളിൽ. തിരുമേനിയുടെ ഗുരുഭക്തി ഏറ്റവും ശ്രേഷ്ഠമാണ്. ഞാൻ അത്രയും ശ്രേഷ്ഠമായ ഗുരുഭക്തി കണ്ടിട്ടുള്ള 2 പിതാക്കന്മാരാണ്. ഒന്ന് ദിദിമോസ് ബാവ, മാത്യൂസ് ദിദിയം ബാവ. ഇവർക്ക് 2 പേർക്കും പരിശുദ്ധ മാത്യൂസ് ദിദിയം ബാവായ്ക്ക് ഗീവർഗീസ് ദിദിയം ബാവായോടും അതുപോലെ തന്നെ ദിദിമോസ് ബാവായ്ക്ക് പരിശുദ്ധ ദിദിമോസ് ബാവായ്ക്ക് പത്തനാപുരത്തെ വലിയ തിരി തോമാമാർ ദിവന്നാസ്യൂസ് തിരുമേനിയോടുള്ള ഭക്തി അവർണ്ണനീയമാണ്, വർണ്ണിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വേറെ ഞാൻ അധികം പേരെയൊന്നും കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് ഇതിൽ വരുമ്പോൾ പലപ്പോഴും വന്ന വഴികൾ മറക്കുന്ന കാലമായിരുന്നു. എന്നാൽ അവർ 2 പേരും ആ കാര്യത്തിൽ അങ്ങനെ അല്ലായിരുന്നു. അവർ എപ്പോഴും ഇവരെ 2 പേരെയും കുറിച്ച് പറയുമ്പോൾ വികാരഭരിതരായിട്ടേ സംസാരിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ബാബാ തിരുമേനി പറഞ്ഞു തന്നിട്ടുള്ളത് പല കാര്യം പറയും. ഇങ്ങനെയൊക്കെയാ എന്നെ പരിശുദ്ധ ഗീവർഗീസ് ബാവ പറഞ്ഞു തന്നു. അപ്പോൾ ഒരിക്കൽ ചോദിച്ചു, ഈ ശിശു സഹോദരന്മാരോട് എന്താ ഇത്ര കൂടുതൽ കാര്യം? ഇപ്പോഴത്തെ പഴയ കൊല്ലം ഭദ്രാസനം തിരുമേനി അറക്കാലം നടത്തിയിരുന്ന പരിശുദ്ധ ഗീവർഗീസ് ബാവ. അപ്പം പല പേര് പരിശുദ്ധ ശിശു സഹോദരന്മാരുടെ പള്ളിയുണ്ട്. അതുപോലെ തന്നെ കുറിയാക്കോസ് സഹോദരയുടെ പല പള്ളിയുണ്ട്. മർത്തസ് മൂനി അമ്മ ഇൻ്റർ ടെസ്റ്റമെൻ്റൽ പീരീഡിലെ ആളാണ്. ആ പള്ളിയുണ്ട്. ഏലിയാവിൻ്റെ നാമത്തിലുള്ള പള്ളികളുണ്ട്. അപ്പോൾ ഇതെല്ലാം പ്രത്യേകം അദ്ദേഹത്തിൻ്റെ കരുതലുണ്ടായതാണ്. ശിശു സഹോദരന്മാരെ കുറിച്ച് പറയുന്നത് കർത്താവിന് ഇഷ്ടമുള്ളവരായിരുന്നു ശിശുക്കൾ. അപ്പോൾ അവർ സഹോദരന്മാരാകുമ്പോൾ എത്രയധികം. അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം പരിശുദ്ധ ഗീവർഗീസ് ബാവയുടെ. അതുപോലെ തന്നെ മറ്റൊരു വ്യാഖ്യാനം കൂടെയുണ്ട്, പലതുണ്ട്. അതിൽ മറ്റൊന്നുണ്ട്, ദേവാലയത്തിനകത്ത് വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കി. ഇപ്പോൾ എവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. എന്നാൽ പരിശുദ്ധ ദൈവാലയത്തിനൊരു പ്രത്യേക പരിശുദ്ധിയുണ്ട്. അകത്തെയും പുറത്തെയും പരിശുദ്ധി ഒരുപോലെ ആയിരുന്നെങ്കിൽ അകത്തു നിന്ന് പുറത്തേക്ക് ഇറക്കണ്ടായിരുന്നു. ഇങ്ങനെ ഒത്തിരി വ്യാഖ്യാനങ്ങൾ തിരുമേനി പറഞ്ഞു തന്നിട്ടുണ്ട്. അത് പരിശുദ്ധ ഗീവർഗീസ് ബാവ പഠിപ്പിച്ചാണെന്ന് തന്നെ പറയും. അതുപോലെ തന്നെ ഏതെങ്കിലും സംശയങ്ങൾ പറയുമ്പോഴേ അതെ അതിനെക്കുറിച്ച് അധികമൊന്നും ചോദിക്കണ്ട, പരിശുദ്ധ പരിമല തിരുമേനി പഠിപ്പിച്ച എന്ന് പരിശുദ്ധ ഗീവർഗീസ് ബാവ പറയുവാണ്. അങ്ങനെയുള്ളൊരു പരിശുദ്ധ പരിമല തിരുമേനി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ എല്ലാമായിരുന്നു. അങ്ങനെയായി തലമുറകൾ തമ്മിലുള്ള ബന്ധം. ഇന്ന് തലമുറകൾ തമ്മിൽ ഒത്തിരി ഗ്യാപ്പുണ്ട്. സംസാരിക്കണം. ഇന്നല്ല ഒരു സൗകര്യപ്രദമായ ഒരു സമയത്ത്
ശാസ്താംകോട്ടയിലും കാണാൻ തിരുവേനുള്ള സമയത്ത് ഒന്ന് വന്നോട്ടെ. ശാസ്താംകോട്ട അല്ല, ഇവിടെ ആയിരിക്കും അധികം. ഇപ്പൊ ഇവിടെ ആകുമ്പോൾ കുറച്ചുകൂടെ ഡിസ്റ്റർബ്ഡ് ആണ് ഈ വണ്ടി ഒക്കെ ആയതുകൊണ്ട്. മറ്റേടത്ത് അത്രയും പ്രശ്നമില്ല. വളരെ ശാന്തമായിട്ടും തിരുവേനിക്ക് വളരെ പ്ലസന്റ് ആയിട്ടും പറയാൻ സാധിക്കും.